കേരളത്തിലെ കടുവകളുടെ കേന്ദ്രമാണ് വയനാട് വന്യജീവി സങ്കേതം. 344 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം. ആനയും പുലിയും കാട്ടുപോത്തും വിലസുന്ന കാടുകൾ, മ്ലാവും പുള്ളിമാനും കൂരമാനും പുല്ല് തേടിയിറങ്ങുന്ന കാട്ടുവഴിയോരങ്ങൾ, കാട്ടിലെ കേരള കർണാടക ബോർഡറുകളിലെ ജീവിതം. ഈ കാഴ്ചകളും ജീവിതങ്ങളും തേടി ഈ കാടുകൾക്കിടയിലെ തിരുനെല്ലി, തോൽപ്പെട്ടി, ബാവലിയിലൂടെ കാട്ടുമൃഗങ്ങളെ കണ്ടാണ് ഇനിയുള്ള യാത്ര. ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് തിരുനെല്ലിയിൽ നിന്നാണ്. രാവിലെ തന്നെ തിരുനെല്ലി ക്ഷേത്രത്തിനടുത്തുനിന്ന് പോയി അവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ കയറിയ ബ്രഹ്മഗിരി പീക്ക് കാണാം. പക്ഷേ ഇന്നലെ മഴയായതിനാൽ കോട മൂടി നിൽക്കുകയായിരുന്നു ഈ മലനിരകളിൽ. അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം തിരുനെല്ലി ഗ്രാമത്തിലൂടെ ഒന്ന് കറങ്ങി. മഴ കുറഞ്ഞതിനാൽ അരുവിയിലെല്ലാം വെള്ളവും കുറവാണ്. തിരുനെല്ലിയോടും ബ്രഹ്മഗിരിയോടും യാത്ര പറയുകയാണ്. കാട്ടുവഴികളിലൂടെ തന്നെയാണ് ഇനിയുള്ള യാത്രകളും. കൂടുതൽ മൃഗങ്ങളെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. തിരുനെല്ലി കഴിഞ്ഞതോടെ വഴിയിൽ നിറച്ചും ഇതാണ് കാഴ്ച. നല്ല ചൂടുള്ള ആനപ്പിണ്ടം. ആനകളെ കാണാൻ കഴിയുമെന്ന് കരുതുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ പിന്നെ ഈ മാൻകൂട്ടങ്ങളായി വഴിയരികിലെ കാഴ്ചകൾ. എന്നെ കണ്ടതും എല്ലാവരും പുല്ല് തിന്നുന്നത് നിർത്തി എന്നെ നോക്കുകയാണ്. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ മയിലും പിന്നെ കാട്ടുപോത്തുമായി കാഴ്ചകൾ. കാട്ടുപോത്തിന്റെ കൂടെ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. എന്നെ കുറച്ചു നേരം നോക്കി നിന്നു. ഞാൻ പ്രശ്നക്കാരനല്ലെന്ന് മനസ്സിലായപ്പോൾ അത് വീണ്ടും പുല്ല് തിന്നാൻ തുടങ്ങി. ഇന്ന് ആദ്യം പോകുന്നത് തോൽപ്പെട്ടിയിലേക്കാണ്. ചെത്ത് റോഡിൽ നിന്ന് തിരിഞ്ഞു വേണം തോൽപ്പെട്ടിയിലെത്താൻ. ചെത്ത് റോഡിൽ ഒരു പ്രശസ്തമായ ഉണ്ണിയപ്പക്കടയുണ്ട്. അവിടെ നിന്നാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം മാനന്തവാടി അടുത്തുള്ള മുനീശ്വരൻ കുന്നിൽ കയറണം. ശേഷം ബാവലി ബോർഡറിലെ കാഴ്ചകൾ കണ്ട് ചെക്കാടി എന്ന മനോഹരമായ കാർഷിക ഗ്രാമം കാണണം. ഈ കാട്ടിലെ കാഴ്ചകളും കണ്ട് ചെത്ത് റോഡിലൂടെ പോകുമ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ചാത്തൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. പണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കാലിമേക്കലായിരുന്നു ഈ കാട്ടിൽ. ഇപ്പോൾ പിന്നെ സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ വന്യമൃഗത്തിൻ്റെ ശല്യം കൊണ്ടാണ്. പിന്നെ ഏതൊക്കെ മൃഗങ്ങളാണ് സാധാരണ ഫസ്റ്റിൽ കാണുന്ന ആന, പിന്നെ മാന്, പന്നി, പിന്നെ ഈ കൂരം പന്നി എന്നൊക്കെ പറയും. പിന്നെ മുള്ളൻ പന്നി, ആ മുള്ളുള്ള സാധനം. അതിങ്ങനെ കുടഞ്ഞാൽ അത് നമ്മളിപ്പോൾ കണ്ടാൽ ഒറ്റ കുടച്ചല്ല, ഒരു മരത്തിനിങ്ങനെ കടിച്ച് പിടിച്ചിട്ട് എന്നാൽ അതിൻ്റെ ഈ മുള്ളിങ്ങോട്ട് നമ്മൾക്ക് പാസ് ചെയ്യും. അതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മുന്നിൽ കൂടി പോവാം. പക്ഷെ അത് തിരിഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞിട്ടൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾ കടന്ന് കടുതലും പുലിനൊക്കെ കണ്ടിട്ടുണ്ടോ? ഓ, കണ്ടിട്ടുണ്ട്. എൻ്റെ പിന്നെ മോളെ കെട്ടിയുണ്ട്. ഈ പന്നീനെ പിടിക്കാൻ നമ്മൾ കൊണ്ടുണ്ട്. ഈ കടുവ അല്ല പന്നിക്ക് വയലിൽ കാവലായിരുന്നല്ലോ. എൻ്റെ മോളെ കെട്ടിയുണ്ട്. ഇവനുണ്ടാക്കി ഒരു കുടുക്ക് വെച്ച് കമ്പി, ആ കമ്പിയിൽ പോയിട്ട് ഈ കടുവ വന്നിട്ട് കുടുങ്ങി. ഇപ്പോൾ 12 വർഷമായി കേസിലാണ്. അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല വെച്ചത്, ഈ പന്നീനെ പിടിക്കാൻ പറ്റിയുള്ള നെല്ല് നശിപ്പിക്കുന്നതിന്. അങ്ങനെല്ലാം കൂടി ഇപ്പോൾ 12 വർഷമായി. നിങ്ങളെ ചെറുപ്പകാലം ഇപ്പോഴും തമ്മിൽ കാട്ടിലെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? ജീവിതം വെച്ചാൽ പണ്ടത്തെ പോലെ നമുക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി എവിടെയും പോവാം. ഇപ്പോൾ ആനകൾ പണ്ട് നമ്മളെ ഈ കർണാടക സ്റ്റേറ്റിലെ ആ വനത്തിന് തീ പിടിച്ചതോടെ കൂടി എന്തായി, അവിടുത്തെ ആനകൾ മുഴുവനും ഇങ്ങോട്ടേക്ക് നമ്മുടെ കേരളത്തിലേക്ക്, അതിൻ്റെ ബൗണ്ടറി തൊട്ടടുത്തല്ലേ, ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയാൽ കർണാടക സ്റ്റേറ്റാണ്. കർണാടക ഇത് വേറെ അത് വേറെ, ബാവലി വേറെ. ഇതാണ് തിരുനെല്ലിയിലെ പ്രശസ്തമായ ഉണ്ണിയപ്പക്കട. ചെത്രോഡ് ജംഗ്ഷനിലാണ് ഈ ഉണ്ണിയപ്പക്കട സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഉണ്ണിയപ്പം ഇന്ന് കേരളം മുഴുവനും പ്രസിദ്ധമാണ്. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ഇന്ന് ഒരു പ്രസാദം പോലെയാണ് ഇവിടെ നിന്ന് ഉണ്ണിയപ്പം വാങ്ങുന്നത്. മായം കലരാത്ത സ്വയം നിർമ്മിച്ച കൂട്ടുകൊണ്ട് വിറകടുപ്പിൽ ഓട്ടിരുളിയിലാണ് ഉണ്ണിയപ്പ നിർമ്മാണം. പഴവും ശർക്കരയും ചേർത്ത് ആട്ട കലർത്തിയ അരിമാവ് കൊണ്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന തിരുനെല്ലി ഉണ്ണിയപ്പത്തിന് മറ്റെവിടെയുമില്ലാത്ത ഒരു പ്രത്യേക രുചിയാണ്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒരു പേക്ക് ഉണ്ണിയപ്പം പാർസലാക്കിയാണ് ഇനി തോൽപ്പെട്ടിയിലേക്കുള്ള യാത്ര. ചെത്രോഡ് ജംഗ്ഷനിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് തോൽപ്പെട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്. അവിടെ നിന്നാണ് കാട്ടിലൂടെയുള്ള സഫാരി തുടങ്ങുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് ചെത്രോഡിൽ നിന്ന് ഞാൻ തോൽപ്പെട്ടിയിലെത്തി.
ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ തന്നെ ഇതാണ് കാഴ്ച. മാൻകൂട്ടങ്ങൾ റോഡരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഇപ്പോൾ കാട്ടിലൂടെയുള്ള സഫാരിയും മറ്റ് ആക്ടിവിറ്റികളും തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ മെയിനായിട്ട് വെഹിക്കിൾ സഫാരിയാണുള്ളത്. അതായത് ഒരു ദിവസം 60 വണ്ടി, രാവിലെ 40 വണ്ടിയും വൈകിട്ട് 20 വണ്ടിയാണ് വിടുന്നത്. അത് അഡൽസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 150 രൂപ. പിന്നെ കുട്ടികളുടേത് 65 രൂപ. കുട്ടികൾ മീൻസ് 5 to 12 ആണ്. ഇപ്പോൾ കൊറോണ ആയത് കാരണം നമ്മളിപ്പോൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിടാറില്ല. അതുപോലെ 65 വയസ്സ് പ്രായമുള്ളവരും വിടാറില്ല. ഒരു വണ്ടിയിൽ കോവിഡിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒരു വണ്ടിയിൽ മാക്സിമം 5 വരെ വിടുന്നുള്ളൂ. പിന്നെ നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. ജീപ്പിൻ്റെ വാടക എന്ന് പറയുന്നത് 720 രൂപ. 1.25 മണിക്കൂർ യാത്രയാണ് നമുക്കുള്ളത്. ഇപ്പോൾ എത്ര കിലോമീറ്ററാണ് ടോട്ടൽ? 18 കിലോമീറ്റർ പോകും. 18 കിലോമീറ്റർ. സാധാരണ നമ്മൾ പോകുന്ന വഴിയിൽ ഏതൊക്കെ മൃഗങ്ങളാണ് കാണാറ്? സഫാരിക്ക് ആന, കാട്ടുപോത്ത്, ടൈഗർ, ലെപ്പേർഡ്, കരടി എന്ന് വേണ്ട എല്ലാം ഉണ്ട്. പക്ഷെ ഇത് കാണുക എന്ന് പറയുന്നത് കുറച്ച് ഭാഗ്യം. ഇപ്പോഴത്തെ ഒന്നാമത് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുറവാണ്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോയവർക്കെല്ലാം അത്യാവശ്യം നല്ല സൈറ്റിംഗ് ഉണ്ടായിരുന്നു. മഴയെല്ലാം കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ഞാൻ വീണ്ടും ഈ തോൽപ്പെട്ടിയിലെത്തി. അന്ന് സഫാരിയും ചെയ്തു. പുലർക്കാലത്ത് ഈ കാട്ടിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക ഭംഗിയാണ്. മൃഗങ്ങളെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ ജീപ്പ് നിർത്തി. തൊട്ടടുത്ത് ഒരു ചെറിയ തടാകവുമുണ്ട്. അതിനരികിലായി വെള്ളം കുടിക്കാനിറങ്ങിയ മയിൽക്കൂട്ടങ്ങളെ കാണാം. കാട്ടിലൂടെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഒരു മാൻകൂട്ടമാണ് കാഴ്ച. വലിയ കൊമ്പുകളെല്ലാമുള്ള മാനുകളുമുണ്ട് ഈ കൂട്ടത്തിൽ. മാൻകൂട്ടത്തെയും മയിലുകളെയും ധാരാളം കണ്ടു. വേറെ വലിയ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല എന്ന നിരാശയോടെ തിരിച്ചു വരുമ്പോഴാണ് ഈ കാഴ്ച. ശാന്തനായി ഞങ്ങളുടെ വണ്ടിക്ക് മുന്നിലൂടെ നടന്നു നീങ്ങുകയാണ് ഈ ഒറ്റയാൻ. മണ്ണിലൊരു കുളി കഴിഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ആനക്കൂട്ടമാണ് വഴിയരികിൽ. ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ പുല്ല് തിന്നുന്ന തിരക്കിലാണ് ആനകൾ. മുൾക്കൂട്ടത്തിന് മറവിലായി ഒരു ആനക്കുട്ടിയുമുണ്ട് ഈ കൂട്ടത്തിൽ. ജീപ്പ് സഫാരി കഴിഞ്ഞ് ഞാൻ റേഞ്ച് ഓഫീസിന് മുന്നിലെത്തി. കുറച്ച് കടകളെല്ലാം ഉണ്ട് ഈ വഴിയരികിൽ. നിങ്ങളുടെ പേരെന്താണ്? ജെയിംസ് അല്ലേ? ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ഇവിടെയുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ? ഡിമ്മാണ്. ആൾക്കാർക്ക് വരണമെന്ന് ശ്രമമുണ്ട്, പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. ഓക്കെ. ജെയിംസ് ഏട്ടൻ്റെ കടയിൽ നിന്ന് ഒരു കോഫിയും കുടിച്ച് ഞാൻ നേരെ തോൽപ്പെട്ടിയിലെ കേരള കർണാടക ബോർഡറിലേക്ക് പോയി. ബോർഡറിനപ്പുറത്ത് കർണാടകയിലെ കൊടക് ജില്ലയാണ്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ കുട്ട ടൗൺ എത്തും. കുട്ട ടൗണിനടുത്താണ് കർണാടക ഭാഗത്തെ ചെക്ക് പോസ്റ്റ്. ബോർഡറിന് തൊട്ടു മുന്നിലായി കേരളത്തിലെ ചെക്ക് പോസ്റ്റ്. അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റിനരികിൽ അടഞ്ഞുകിടക്കുന്ന കോവിഡ് ഫെസിലിറ്റേഷൻ സെന്റർ കാണാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നല്ലോ വാർത്തകളിലെ പ്രധാന ആകർഷണം. തോൽപ്പെട്ടിയിൽ നിന്ന് മുനീശ്വരൻ കുന്നിലേക്കാണ് ഇനിയുള്ള യാത്ര. ഇവിടെ നിന്ന് ചെത്ത് റോഡ് വഴി 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാട്ടിക്കുളം എത്തും. അവിടെ നിന്ന് മാനന്തവാടി, തലപ്പുഴ വഴി വീണ്ടും 22 കിലോമീറ്റർ ദൂരമുണ്ട് മുനീശ്വരൻ കുന്നിലേക്ക്. കാട്ടിക്കുളം വരെയുള്ള യാത്ര കാട്ടിലൂടെ തന്നെയാണ്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ് ഈ കാടുകളെല്ലാം. 344 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി കേരളത്തിലെ തന്നെ 2ാമത്തെ വലിയ സാങ്ച്വറിയാണ്. 1973 ഈ വയനാടൻ കാടുകൾ ഒരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. വടക്ക് കിഴക്ക് കർണാടകയിലെ നാഗർഹോളും ബന്ദിപ്പൂരുമായും തെക്കു കിഴക്ക് തമിഴ്നാട്ടിലെ മുതുമല ഫോറസ്റ്റുമായി ചേർന്ന് കിടക്കുകയാണ് ഈ വയനാട് വന്യജീവി സങ്കേതം. ജൈവ വൈവിധ്യത്തിൽ സമ്പന്നമായ ഈ സങ്കേതം ഇന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണ്. കേരളത്തിലെ കടുവകളുടെ ഒരു കേന്ദ്രമാണ് ഈ വയനാട് വന്യജീവി സങ്കേതം. 2019 കണക്കനുസരിച്ച് സംസ്ഥാനത്തെ മൊത്തം 176 കടുവകളിൽ 75 എണ്ണവും ഈ കാടുകളിലാണ്. ഇതുകൂടാതെ ആന, കാട്ടുപോത്ത്, കരിമ്പുലി, മ്ലാവ്, പുള്ളിമാൻ, കൂരമാൻ, കരടി എല്ലാം ഉണ്ട് ഈ കാടുകളിൽ.
മാത്രമല്ല അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ചില സസ്യജീവ ജന്തുജാലങ്ങളുമുണ്ട് ഈ കാടുകളിൽ. വന്യമൃഗങ്ങൾക്ക് പുറമെ മയിൽ ഇവിടെ സാധാരണയായി കാണപ്പെടുന്നതിനാൽ ഇവിടേക്ക് ധാരാളം പക്ഷി നിരീക്ഷകരാണ് എത്തുന്നത്. മലബാർ ഗ്രേ ഹണി ബിൽ, വൂഡ്പെക്കർ, കിങ്ഫിഷർ, ബുൽബുൽ, ലാപ്പ് വിങ്സ് എന്നിവയാണ് ഇവിടെ കൂടുതലായി കാണുന്ന മറ്റു പക്ഷികൾ. ഈർപ്പമുള്ള ഇലപ്പൊഴിയും വനങ്ങളും അർദ്ധനിത്യഹരിത വനങ്ങളുമാണ് ഇവിടെ കൂടുതലായും ഉള്ളത്. കൂടാതെ തേക്ക്, യുക്കാലിപ്സ്, ഗ്രവേലിയ എന്നിവയുടെ തോട്ടങ്ങളുമുണ്ട് ഈ കാടുകളിൽ. മുനീശ്വരൻ കോവിലിന്റെ ഈ കവാടം കടന്നു വേണം മുനീശ്വരൻ കുന്നിലേക്ക് കയറാൻ. മുകളിലേക്കുള്ള വഴി കുറച്ചു ദൂരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതോടെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ മൺപാതയിലൂടെ വേണം മുകളിലെത്താൻ. കുന്നിന് മുകളിലെ ടിക്കറ്റ് കൗണ്ടറിനടുത്തു നിന്ന് തന്നെ നല്ല കാഴ്ചയാണ്. ഹരിത മനോഹരമായ പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും ചെറുകാടുകളും കാണാം. അതിനപ്പുറം ഒരു പർവ്വതം പോലെ വയനാടൻ മലനിരകൾ. പക്ഷെ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് ആരെയും കാണാനില്ല. കുറച്ചു നേരം അവിടെ കാറ്റുകൊണ്ട് നിന്നപ്പോൾ തൊട്ടടുത്ത കുന്നിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത് കണ്ടു. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ചറാണ് അദ്ദേഹം. ലോക്ക്ഡൌണിന് ശേഷം മുനീശ്വരൻ കുന്നിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ തുടങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം. എല്ലാ ഇക്കോ ടൂറിസം പോയിന്റുകളും തുറക്കാൻ ഉത്തരവായിട്ടുണ്ടെന്ന് ഞാനും. അദ്ദേഹത്തിന്റെ സീനിയറിനെ വിളിച്ച് എന്നെ മുകളിലേക്ക് കടത്തി വിടാമോ എന്ന് ചോദിച്ചു. നാളെ മുതൽ സഞ്ചാരികളെ അനുവദിച്ചാൽ മതിയെന്ന് സീനിയറും. ഇത്രയും ദൂരം ഓടി വന്ന് മുകളിലേക്ക് കയറാൻ കഴിയാത്ത നിരാശയിലാണ് ഞാൻ. എങ്കിലും ഈ റേഞ്ചറിൽ നിന്ന് ഈ വയനാടൻ മലനിരകളെയും കാടുകളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഒരു അവസരം ലഭിച്ചു. അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് ഞാൻ. മുനീശ്വരൻ കുന്നിൽ നിന്ന് തലപ്പുഴ, മാനന്തവാടി, കാട്ടിക്കുളം വഴിയാണ് ബാവലി പോകുന്നത്. കാട്ടിക്കുളം കഴിഞ്ഞാൽ വീണ്ടും കാട്ടിലൂടെ തന്നെയാണ് യാത്ര. മാനന്തവാടിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള ഒരു വഴി കൂടിയാണിത്. ബാവലി എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. തൊട്ടടുത്തായി ഫോറസ്റ്റ് സ്റ്റേഷനും കാണാം. ഇവിടെ നിന്ന് വലത്തോട്ടാണ് ചെക്കാടി ഗ്രാമത്തിലേക്കുള്ള വഴി. ബാവലിയിൽ പോയതിനു ശേഷം നമുക്ക് ചെക്കാടിയിലെ കാഴ്ചകൾ കാണാം. വഴിയരികിൽ ധാരാളം കാട്ടുമരങ്ങൾ മുറിച്ചു കൂട്ടിയത് കാണാം. ബാവലിയിലെ ടിമ്പർ ഡിപ്പോയിലെ മരങ്ങളാണിത്. ബ്രിട്ടീഷുകാർ വെച്ചുപിടിപ്പിച്ചതാണ് ഇവിടെയുള്ള പഴക്കം ചെന്ന ഈ തേക്കിൻ കാടുകൾ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയാൽ എക്സൈസ് ചെക്ക് പോസ്റ്റ് എത്തും. അത് കഴിഞ്ഞ ഉടനെ കേരള പോലീസ് ചെക്ക് പോസ്റ്റ്. അതിനപ്പുറം കേരളത്തെയും കർണാടകയും വേർതിരിക്കുന്ന പാപനാശിനി പുഴയും. ഈ പുഴൻ്റെ പേര് പാപനാശിനി. തിരുനെല്ലിയിൽ നിന്നാണ് ഒഴുകി വരുന്ന, നേരെ കബനി പോയി ജോയിൻ ചെയ്യും. ഇത് കേരളത്തിൻ്റെ സൈഡിലാണ്. അപ്പോൾ ബോർഡർ നിൽക്കുന്നത് ഈ പുഴൻ്റെ ഇപ്പുറത്താണ്. എൻ്റെ ബേക്കിൽ ഇവിടെ കാണുന്നത്, ഈ കാണുന്നതൊക്കെ കർണാടകയാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. പുറത്ത് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് ഓഫീസേഴ്സ് ഉണ്ട്. ആ കാണുന്നത് നാഗർഹോൾ നാഷണൽ പാർക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ കിമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമല്ല. അവിടെ നിന്ന് വീഡിയോ എടുക്കാനോ ഒന്നും അയക്കുന്നില്ല വഴിയിൽ വെച്ച്. ഞാൻ എടുത്ത വീഡിയോ അവരെ എന്നെ കൊണ്ട് ഡിലീറ്റും ചെയ്യിപ്പിക്കും. അപ്പോഴത്തെ നമ്മൾ കേരള പോലീസിൻ്റെ ചുണക്കുട്ടികൾ പിന്നാലെ ഓടി വന്നു. ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു കൂളായി, സംഭവം പ്രശ്നമൊന്നും ഉണ്ടായില്ല, പോന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു പോകാം. അതിർത്തി കടന്നു വരുന്നവർ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലാണ് പോലീസുകാർ. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇവിടെ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുന്നതിനായി തൊട്ടടുത്തായി തൽക്കാലത്തേക്ക് ഒരു അക്ഷയ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പാസ് എടുക്കാതെ ചുളിവിൽ ബോർഡർ കടക്കുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ. ഇനി ഇവിടെ നിന്ന് ചെക്കാടി ഗ്രാമത്തിലേക്കാണ് യാത്ര. നെൽകൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരു ഹരിത മനോഹരമായ ഗ്രാമമാണ് ചെക്കാടി. ചെക്കാടിയിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിലായി കാണാം.